ജ്യോതിഷത്തിലൊന്നും വിശ്വാസമില്ലാത്തവരുമുണ്ട്, വിശ്വാസമുള്ളവരുമുണ്ട്. ജ്യോതിഷ വിധിപ്രകാരം കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജാതകസ്ഥിതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതകം എവിടെ സ്ഥിതി ചെയ്യുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഇനി ചെലുത്താനുള്ള സ്വാധീനം ഉണ്ടോ, അതിനുള്ള യോഗമുണ്ടോ എന്നൊക്കെ ജ്യോതിഷി കൂടിയായ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹം ഒന്ന് പരിശോധിക്കുകയുണ്ടായി. അദ്ദേഹം അത് സമൂഹ മാധ്യമത്തിൽ കുറിപ്പായി ഇട്ടിട്ടുണ്ട്. ആ കുറിപ്പ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അത് പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. കാരണം ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ സ്ഥിതി എന്താകും, ഭാവി എന്താകും എന്നറിയാനുള്ള ആഗ്രഹം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കാണുമല്ലോ. 45 മെയ് മാസം 24-ാം തീയതി ചോതി നക്ഷത്രത്തിൽ കണ്ണൂർ പിണറായി ഗ്രാമത്തിൽ ചിങ്ങം ലഗ്നത്തിലാണ് പിണറായി വിജയൻ ജനിച്ചത്. രാജരാശി ചിങ്ങം ലഗ്നം, തുലാക്കൂർ ചോതി നക്ഷത്രം 1-ാം പാദം, ലഗ്നത്തിൽ ഗുരു ദിഗ്ബലം, ലഗ്നാധിപൻ രാജഗ്രഹം സൂര്യൻ 10-ൽ, കർമ്മസ്ഥാനത്ത് ദിഗ്ബലം സൂര്യ ചന്ദ്രന്മാരുടെ ആശ്രയരാശി അധിപനും കർമാധിപനും ചന്ദ്ര ലഗ്നാധിപനുമായ ശുക്രൻ മീനത്തിൽ, ഉച്ചമായി രാജയോഗാധിപതി ചൊവ്വയോട് ചേർന്ന് ധർമ്മകർമാധിപതി യോഗത്തിൽ 6-ാം അധിപതി ശനി 11-ൽ ഇരിക്കുന്ന യോഗജാതകം. അതായത് ജാതകത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ജാതകത്തിൻ്റെ അവസ്ഥ, ഗ്രഹങ്ങളുടെ സ്ഥിതി, ഗ്രഹസ്ഥിതിയും ഗ്രഹനിലയുമാണ് വിവരിച്ചത്. എല്ലാം വളരെ ശുഭകരമായി നിൽക്കുന്ന അവസ്ഥയിൽ വളരെ നല്ല രീതിയിൽ യോഗത്തോടു കൂടിയാണ് പിണറായി വിജയൻ ജനിച്ചത്. ഈ ജാതകത്തിൽ ലഗ്നത്തിൽ ഗുരു ദിഗ്ബലമായിരിക്കുന്നു. 5-8 ഭാവാധിപനായ ഗുരു ലഗ്നാധിപൻ്റെ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം വായിച്ചാൽ പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. ഓരോന്നും പ്രത്യേകമായി മനസ്സിലാക്കി തരാനുള്ള സമയവും നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരാം. അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ ശുക്രദശയിൽ രാഹു അപഹാരമാണ്, അടുത്തത് ഗുരു അപഹാരം, വ്യാഴത്തിൻ്റെ അപഹാരമാണ് ഇനി അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ വരാനുള്ളത്. രാഹു പാപനായ ശനിയോട് യോഗം ചെയ്ത് ചൊവ്വ ദൃഷ്ടിയിൽ ഇപ്പോൾ 80 വയസ്സാവാറായി. ജാതകൻ രാഹുദിശയിൽ ജനിച്ചു. 15 വയസ്സ് വരെ ചെറുപ്പത്തിൽ രാഹുദശ കടുത്ത ദാരിദ്ര്യത്തിൽ പോരാട്ടമായിരുന്നു. വളരെ മോശം അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ അഷ്ടമത്തിൽ ഇരിക്കുന്ന ദശനാഥൻ ശുക്രൻ്റെ അഷ്ടമത്തിൽ, അഷ്ടമാധിപൻ ഗുരുവിൻ്റെ അപഹാരം ദോഷം ചെയ്യും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് ഒരു ഭരണയോഗം ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത്. രാജയോഗാധിപൻ ചൊവ്വയോട് യോഗം ചെയ്ത ധർമ്മ കർമാധിപത യോഗത്തിൽ ഇരിക്കുന്ന ചന്ദ്ര ലഗ്നാധിപനും ചന്ദ്ര അധിയോഗത്തിലും ഇരിക്കുന്ന മീനത്തിലെ ഉച്ച ശുക്രൻ മുഖ്യമന്ത്രിയാക്കി. ഇപ്പോൾ ശുക്രദശയിൽ രാഹു അപഹാരം, അടുത്തത് ഗുരു അപഹാരം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ജീവിത ക്രമം തന്നെ ഏതാണ്ട് അവസാനിച്ച ഒരു സമയമാണ് ഇത്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട്. ജാതകപ്രകാരമായാലും അല്ലെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹം ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രിയായിട്ടോ അല്ലെങ്കിൽ MLA ആയിട്ടോ പ്രതിപക്ഷ നേതാവായിട്ടോ വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. LDF ജയിക്കുമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജാതകമാണ് കേട്ടോ, LDFിൻ്റെ ജാതകമല്ല. ജയിക്കുമായിരിക്കാം അല്ലെങ്കിൽ തോൽക്കുമായിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പോലും ഇരിക്കാനുള്ള ആ ഒരു സാധ്യത രാഷ്ട്രീയമായി നമ്മൾ കാണുന്നില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലും പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്. നമ്മളിത് ആധികാരികതയോടെ പറയുന്നതല്ല, ഒരിക്കലുമല്ല. കാരണം ജ്യോതിഷമൊക്കെ ആധികാരികമായി ശാസ്ത്രത്തിൻ്റെ അടിത്തറയോടെ നമുക്ക് കൃത്യമായി പറയാൻ ചില പോരായ്മകളും ചില ബുദ്ധിമുട്ടുകളും ചില പരിധികളുമൊക്കെയുണ്ട്, അല്ലെങ്കിൽ പരിമിതികളുമൊക്കെയുണ്ട്. ജാതകവശാൽ ഇപ്പോഴത്തെ യോഗമനുസരിച്ച് മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടർന്ന് വരാനുള്ള സാധ്യത ഇല്ല എന്ന് കാണുന്നു. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ നല്ല സ്ഥാനമാനങ്ങളിലുമൊക്കെ തുടരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതൊക്കെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത്. വളരെ നല്ല ഒരു ജാതകമായിട്ട്, അല്ലെങ്കിൽ ദൈവാധീനമുള്ള ഒരു ജാതകമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ ജാതകം പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ അറിയപ്പെടാൻ സാധിക്കുന്നത് അതിൻ്റെ ആ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം മെയ് 4-ാം തീയതി എന്താകും അടുത്ത മുഖ്യമന്ത്രി ആരാകും, LDFിൻ്റെ അവസ്ഥ എന്താകും, CPMൻ്റെ അവസ്ഥ എന്താകും, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇനിയുള്ള അവസ്ഥ എന്താകും എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അത് എന്തായാലും റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ജ്യോതിഷവും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ച് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം.